പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ആദ്യ വെള്ളിയാഴ്ച ദിനത്തിൽ നമ്മൾ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച് ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിച്ചിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്ന് അച്ഛൻ അറിയാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് വചനങ്ങളിൽ ഒരു വചനമാണ്. അത് സഫാനിയ 3:17. വചനം വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേയുണ്ട്. അപ്പോൾ ദൈവമായ കർത്താവിന് നമ്മുടെ മധ്യേയുള്ള ദൈവമായ കർത്താവിന് കൊടുക്കുന്ന വിശേഷണമാണ് അവൻ വിജയം നൽകുന്ന യോദ്ധാവാണ്. പ്രൈസ് ദ ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ഒരു പക്ഷെ പല വിധത്തിലുള്ള പരാജയ ഭീതിയിലായിരിക്കും നമ്മൾ. അതായത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. എവിടെ നോക്കുമ്പോഴും തടസ്സങ്ങൾ, പ്രതികൂലങ്ങൾ, രോഗങ്ങൾ, ചില തഴക്കദോഷത്തിൻ്റെ മേഖലകൾ, പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകൾ. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം, പരാജയ ഭീതിയിലായിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മകൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാവോ? ദൈവത്തിൻ്റെ വചനം ആവർത്തിച്ച് നമ്മോട് തന്നെ പ്രഘോഷിക്കുക. ഏറ്റവും ബുദ്ധിമുട്ട് വചനം പറയാൻ ആരോടാണെന്ന് അറിയാവോ? നമ്മൾ വിചാരിക്കും 10,000-ങ്ങളോട് വചനം പറയാനാണ് ഏറ്റവും നോ. അതായത് 10,000-ങ്ങളോടും 1,000-ങ്ങളോടൊക്കെ വചനം പറയാൻ എളുപ്പമാണ്. ഏറ്റവും ബുദ്ധിമുട്ട് വചനം നമ്മോട് തന്നെ പറയാനായിട്ടാണ്. ഈ വചനം, പ്രിയ സഹോദരൻ, ഈ സത്യം നമ്മോട് തന്നെ പറയുമ്പോൾ അത്ഭുതകരമായൊരു കൃപ നമ്മിൽ വർക്ക് ചെയ്യും. അങ്ങനെ പ്രിയ സഹോദരങ്ങളെ, നമ്മളോട് തന്നെ വചനം പറഞ്ഞവർ മറ്റുള്ളവരോട് വചനം പറയുമ്പോഴാണ് അത് ഇഫക്റ്റീവ് ആവുള്ളൂ, ഫലദായകമാവുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളോട് തന്നെ ഈ വചനം ആവർത്തിച്ച് പറയാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നാളെ ആദ്യ ശനിയാഴ്ചയാണ്. നല്ല ഒരുക്കത്തോടുകൂടി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം ശരിക്കും ഫാസ്റ്റിംഗ് ഒക്കെ എടുത്ത് നല്ല കൃപയിൽ വ്യാപരിക്കാനായിട്ട് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച് കുരിശിൻ്റെ വഴിയൊക്കെ ചൊല്ലി ശക്തമായിട്ട് പ്രാർത്ഥനയിലായിരിക്കാനായിട്ട് പരിശ്രമിക്കണം കേട്ടോ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.